BJPക്കാർ തന്നെ നിയമിച്ച സെൻസർ ബോർഡിന് ഇത് കണ്ടപ്പോൾ യാതൊരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. ആദ്യം കണ്ടപ്പോൾ അവർക്ക് മനസ്സിലാവാത്തത് കൊണ്ടാണോ അതോ അവർക്ക് ലാലേട്ടനെ പോലുള്ള വിശ്വാസമാണോ എന്നറിയില്ല. കാരണം ലാലേട്ടൻ ഇത് കൊറോണ വന്നപ്പോൾ മറ്റേ പിഞ്ഞാണം കൊട്ടിയ ആളാണ്. അപ്പം ലാലേട്ടന് ഇത് പ്രതീക്ഷിക്കില്ല, നമുക്ക് സ്വസ്ഥമായിട്ട് ചിലപ്പോൾ അവർ ഇത് സിനിമ തന്നെ കണ്ടിരിക്കില്ല. വയലൻ്റ് സിനിമകൾ കാണുന്നത് മനുഷ്യരിൽ ഇത് തരത്തിലുള്ള സ്വയം ശുദ്ധീകരണം, കഥാർസിസ് എന്നുള്ളതാണ് എൻ്റെ വാക്ക്, ഉണ്ടാക്കുന്നു. അതാണ് അവയുടെ കച്ചവട വിജയത്തിന് കാരണമെന്നൊരു വിശ്വാസം വളരെ രൂഢമൂലമായിട്ട് ഇവരുടെ കൂടെ സിനിമാ വ്യവസായത്തിലും പൊതുവെ കമേഴ്ഷ്യൽ സിനിമകളിലും ഉണ്ട്. ഇപ്പം എമ്പുരാൻ നൽകുന്ന സന്ദേശം എന്താണ്? എമ്പുരാൻ നൽകുന്ന സന്ദേശം ഗുജറാത്ത് വംശഹത്യ ഇനിയും ഇന്ത്യയിൽ നടക്കാതിരിക്കാൻ ഇവിടുത്തെ സെക്യുലർ ട്രഡീഷനെ ബലപ്പെടുത്തണമെന്നല്ല. എമ്പുരാൻ നൽകുന്നത് ടെററിസ്റ്റായിട്ട് സയ്യിദ്, ആ പൃഥ്വിരാജിൻ്റെ കഥാപാത്രം ഒരു ടെററിസ്റ്റായിട്ട്, അതാണ് സൊല്യൂഷൻ എന്നുള്ളതാണ്. ഇത് വളരെ വയലൻറ്റ് സൊല്യൂഷനാണ്. ഇതാണ് ഇത്തരം വയലൻസ് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നു എന്നുള്ളത് കൊണ്ടാണ്. അതിൽ അവർ സന്ദേശമൊന്നും അന്വേഷിക്കുന്നില്ല, അവർ കാശ് വരുന്നുണ്ടോ ഇല്ലയോ എന്ന് മാത്രമേ അന്വേഷിക്കുന്നുള്ളൂ. ഇപ്പോൾ ഗുജറാത്ത് വംശഹത്യ എന്ന് പറയുന്ന സംഭവത്തെക്കുറിച്ച് 2002 മുതൽ നമ്മുടെ ഭാഷയിൽ മറ്റ് ഇന്ത്യൻ ഭാഷകളിലും ഒക്കെ പലതരത്തിലുള്ള സംവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് എന്ന് എൻ്റെ പരിമിതമായ വായനയിൽ നിന്നും എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് NS മാധവൻ എഴുതിയിട്ടുള്ള നിലവിളി എന്ന ചെറുകഥ, വംശീയ കലാപത്തെ അടിസ്ഥാനപ്പെടുത്തി എഴുതിയിട്ടുള്ള ആ കഥയിലെ വളരെ ചെറിയ ഒരു ഭാഗം വായിച്ചുകൊണ്ട് ഈ സംഭാഷണം ആരംഭിക്കാം എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഞാൻ കുതബ്ദീൻ അൻസാരി അടുത്ത കാലത്ത് ഒരു ചിഹ്നമായി. ദില്ലിക്ക് ഇന്ത്യ ഗേറ്റ് പോലെ, ജയ്പൂരിന് ഹവാ മഹൽ പോലെ, കൊൽക്കത്തയ്ക്ക് ഹൗറ ബ്രിഡ്ജ് പോലെ, മുംബൈക്ക് ഗേറ്റ് ഓഫ് ഇന്ത്യ പോലെ അഹമ്മദാബാദിന് ഒരു ചിഹ്നമുണ്ടായിരുന്നില്ല. ചിഹ്നമില്ലാത്ത നഗരങ്ങൾക്ക് മുഖമില്ല. ഗാന്ധിജിയുടെ സബർമതി ആശ്രമം അഹമ്മദാബാദിൻ്റെ ചിഹ്നമാകാഞ്ഞത് അതിന് എടുപ്പ് ഇല്ലാത്തത് കൊണ്ടായിരുന്നു. സിദ്ദി സയ്യിദിൻ്റെ പള്ളിയിലെ കല്ലിൽ കുത്തിവെച്ച ചില്ലകൾ പിണഞ്ഞു കിടക്കുന്ന മരത്തിൻ്റെ രൂപം ധരിക്കുന്ന ജാലകം IIM അഹമ്മദാബാദിൻ്റെ ചിഹ്നമായി. വേറിട്ട് നിർത്തുവാൻ ഒരടയാളമില്ലാതെ അഹമ്മദാബാദ് തുടരുമ്പോഴാണ് ഞാൻ ആ വിടവ് നികത്തിയത്. ആ കാര്യത്തെക്കുറിച്ച് അധികം വിശദീകരിക്കേണ്ടതില്ല, നമ്മളുടെ കഥാസാഹിത്യത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്ദർഭമാണ്. ശ്രീ NS മാധവൻ, എന്താണ് എമ്പുരാൻ്റെ ആഘാതശക്തി? ഒരു വാണിജ്യ സിനിമയുടെ ആഘാതശക്തി എന്താണ്? ഏതാണ്ട് മുറിച്ചു മാറ്റപ്പെട്ട ചരിത്രം തന്നെയാണ് ഗുജറാത്തിലെ വംശഹത്യ. ഇത് നടക്കുമ്പോൾ 16 വയസ്സ് പോലും പ്രായമാകാത്ത കുട്ടികൾ, അവർ ജനിച്ചത് 1987 അപ്പം വലിയൊരു തലമുറയ്ക്ക് ഇന്ത്യയുടെ ജനസംഖ്യയുടെ ഒരുപക്ഷെ 60% പേർക്കും ഒരു 38 വയസ്സിന് താഴെ ഇന്ന് ജീവിച്ചിരിക്കുന്നവർക്ക് എന്താണ് ഗുജറാത്തിൽ നടന്നത് എന്നറിയില്ല. പ്രത്യേകിച്ച് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ അവിടെ വിദ്യാർത്ഥി രാഷ്ട്രീയമൊന്നും കാര്യമായിട്ടില്ല. പിന്നെ 2014 മുതൽക്ക് ഇന്ത്യ ഭരിക്കുന്നത് നരേന്ദ്രമോദിയും BJP സർക്കാരുമാണ്. അവർക്കും ഈ ചരിത്രം ഓർമ്മിപ്പിക്കണമെന്നുള്ള ആഗ്രഹമില്ല. അങ്ങനെ വലിയൊരു ജനവിഭാഗം
ഇത് നമ്മുടെയൊക്കെ ഈ 1987 മുമ്പ് ജനിച്ചവരുടെയൊക്കെ ഉള്ളിൽ കത്തി ജ്വലിക്കുന്ന ഒരു മുറിവാണെങ്കിലും അതിന് ശേഷം ജനിച്ചവർക്ക് ഇത് വെറും കേട്ടറിവ് മാത്രമാണ്. അതെന്താണ് എന്ന് അടയാളപ്പെടുത്തി കാണിച്ചതാണ് എമ്പുരാൻ്റെ വിജയം. അതിനെ എങ്ങനെയാണ് സംഘപരിവാർ എതിർത്തത് എന്നുകൂടി നിങ്ങൾ കാണണം. അതിനെ എതിർക്കാൻ അവർ റോട്ടിലിറങ്ങിയില്ല. ഇപ്പം കർണിസേനയായാലും തമിഴിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മെർസലായാലും ആ രീതിയിലുള്ള എല്ലാ സിനിമകളും റോട്ടിലിറങ്ങി അക്രമം നടത്തി പ്രതിഷേധിച്ചാണ് സംഘപരിവാർ എതിർത്തിരുന്നത്. എന്നാൽ എമ്പുരാനെ എതിർത്തത് വെറും ഇൻ്റർനെറ്റ് സ്പേസിൽ മാത്രമായിരുന്നു. കാരണം റോട്ടിലിറങ്ങി ഇതിനെ എതിർക്കുകയാണെങ്കിൽ വീണ്ടും ഈ ഇൻ്റർനെറ്റ് പ്രാപ്യമല്ലാത്ത ഇന്ത്യയുടെ 60% ജനതയ്ക്ക് വീണ്ടും ഈ ഗുജറാത്ത് കലാപം ഓർമ്മിപ്പിക്കുക. അങ്ങനെ ഇത് മറയ്ക്കാനുള്ള വലിയ ശ്രമത്തിൻ്റെ ഭാഗമായി നടത്തിയ വിജയം കൈവരിച്ച ശ്രമത്തെ ഒറ്റയടിക്ക് തകർക്കുകയാണ് എമ്പുരാൻ ചെയ്തത്. വീണ്ടും അത് ഓർമ്മിപ്പിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഈ സംഘർഷം അവർ അധികം അക്രമാസക്തമായി നടത്താതിരുന്നത്. ഇപ്പം എമ്പുരാന് ശേഷം കാൻ ഫിലിം ഫെസ്റ്റിവലിൽ അവാർഡ് വാങ്ങിച്ച സന്തോഷ് എന്നൊരു സിനിമയുണ്ട്. ആ സന്തോഷ് എന്നൊരു സിനിമയിൽ രാഷ്ട്രീയം കാര്യമായിട്ടില്ല. ഇന്ത്യൻ പോലീസിൻ്റെ സ്ത്രീകളോടുള്ള അക്രമവും പൊതുവെയുള്ള അക്രമശൈലിയും സ്ത്രീവിരുദ്ധതയും തുറന്നു കാണിക്കുന്നു എന്നുള്ളതാണ് സന്തോഷ് എന്ന സിനിമയുടെ ദൂഷ്യം. അതിന് പ്രദർശനാനുമതി തന്നെ സർക്കാർ നിഷേധിച്ചു. എമ്പുരാൻ പഠിച്ച പാഠമാണിതെന്നാണ് ഞാൻ കരുതുന്നത്. ഇത് ഗുജറാത്ത് വംശഹത്യയെക്കുറിച്ചുള്ള ആദ്യത്തെ സിനിമ എമ്പുരാനല്ല. ആദ്യത്തെ സിനിമ 2005 പുറത്തിറങ്ങിയ ഇതാണ്, പർസാനിയ എന്നുള്ള സിനിമയാണ്. 2005 പുറത്തിറങ്ങിയത്. അന്ന് കോൺഗ്രസ് സർക്കാരായിരുന്നു. അപ്പോൾ വലിയ സെൻസർഷിപ്പ് പ്രോബ്ലം ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ആ സിനിമയുടെ ഭാഷ ഇംഗ്ലീഷായിരുന്നു. അതിലൊരു അന്യവൽക്കരണം ജനങ്ങൾക്ക് ബോധപ്പെട്ടിരുന്നു. പക്ഷെ ഇത് ഒരു പക്കാ മസാല പടം, തികച്ചും ബോക്സ് ഓഫീസിൽ ലക്ഷ്യമാക്കിയിട്ടുള്ള ഒരു പക്കാ മസാല പടം. രാഷ്ട്രീയം പറയുമ്പോൾ ഇത് ഓർമ്മിപ്പിക്കുന്നത് ഇത്തരത്തിൽ രാഷ്ട്രീയം പറഞ്ഞ് ഭരണത്തിലെത്തിയ പഴയകാല DMK സിനിമകളെയാണ്. അപ്പോൾ എമ്പുരാനെതിരായിട്ടുള്ള ഈ പെട്ടെന്നുള്ള പ്രക്ഷോഭണം, കാരണം ഇത് BJPക്കാർ തന്നെ നിയമിച്ച സെൻസർ ബോർഡിന് ഇത് കണ്ടപ്പോൾ യാതൊരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. ആദ്യം കണ്ടപ്പോൾ അവർക്ക് മനസ്സിലാവാത്തത് കൊണ്ടാണോ അതോ അവർക്ക് ലാലേട്ടനെ പോലുള്ള വിശ്വാസമാണോ എന്നറിയില്ല. കാരണം ലാലേട്ടൻ ഇത് കൊറോണ വന്നപ്പോൾ മറ്റേ പിഞ്ഞാണം കൊട്ടിയ ആളാണ്. അപ്പം ലാലേട്ടന് ഇത് പ്രതീക്ഷിക്കില്ല, നമുക്ക് സ്വസ്ഥമായിട്ട് ചിലപ്പോൾ അവർ ഇത് സിനിമ തന്നെ കണ്ടിരിക്കില്ല. അപ്പോൾ വളരെ സേഫായിട്ടുള്ളൊരു പടമെന്ന് വിശ്വസിച്ചുകൊണ്ടായിരിക്കും അവരത് വലിയ കട്ടൊന്നും കൂടാതെ വെറുതെ വിട്ടത്. മാത്രമല്ല, നിങ്ങൾ ഇത് എമ്പുരാനിലെ ആദ്യത്തെ സ്ലൈഡ് നിങ്ങൾ ഓർക്കുക. ആദ്യത്തെ സ്ലൈഡ് എന്താണ്? ഗവൺമെൻറ് ഓഫ് ഗുജറാത്തിന് നന്ദി. അപ്പം നമ്മൾ എന്തിനീ പടം പേടിക്കണം? ഇതെല്ലാം നടത്തിയ സർക്കാരിൻ്റെ പിൻഗാമി സർക്കാരാണ് ഇപ്പോൾ ഗവൺമെൻറ് ഓഫ് ഗുജറാത്ത് എന്ന് പറയുന്നത്. അവർക്ക് വലിയ നന്ദി പ്രകടനത്തോടു കൂടിയാണ് എമ്പുരാൻ തുടങ്ങുന്നത്. അപ്പോൾ സെൻസർ ബോർഡ് ഒരുപക്ഷെ കബളിക്കപ്പെട്ടിരിക്കാം. പക്ഷേ ഇത് ജനങ്ങളുടെ മധ്യത്തിലേക്ക് പോയപ്പോൾ ഭായി ബജ്രംഗി എന്നുള്ള പേര് ഓർമ്മ വന്നു. ഭായി ബജ്രംഗി ആരുമല്ല,
അതിനേക്കാൾ അതീവ ക്രൂരയായിട്ടുള്ളൊരു പേര് പുറത്തു വരാൻ ഇനിയും ബാക്കിയുണ്ട്. മായാ കൊടിനാനി. മായാ കൊടിനാനി എന്ന് പറഞ്ഞാൽ മോഡിയുടെ ഗുജറാത്ത് മന്ത്രിസഭയിലെ മന്ത്രിയായിരുന്നു. അവരെ എത്ര പേരെ കൊന്നു? 98 പേരേറ്റ വധത്തിന് കാരണമായിരുന്നു. അവർക്കും ബായി ബജ്രംഗിനും 28 വർഷം വീതമാണ് തടവിൽ ലഭിച്ചത്. അദ്ദേഹം ഇപ്പോഴും തടവിൽ തുടരുന്നു. ഇത് ശിക്ഷയളവ് ഏറ്റുവാങ്ങി ഇപ്പോൾ പുറത്താണ്. ഇതാണ് അങ്ങനെ പല പേരുകളും പുറത്തു വരാണ്. ഇപ്പം ഈ പല കാര്യങ്ങളും വീണ്ടും ഓർമ്മിപ്പിച്ചത്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ വീട്ടിലെ പിള്ളേരോട് ഈ ചെറുപ്പക്കാർ പിള്ളേർ എമ്പുരാൻ കണ്ടു വരുമ്പോൾ നമ്മളോടുള്ള ആറ്റിറ്റ്യൂഡ് മാറി. പണ്ട് നമ്മൾ സെക്യുലറിസമൊക്കെ വീട്ടിൽ പറയുമ്പോൾ ഒരുമാതിരി തന്ത വൈബ് എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡോടുകൂടിയാണ് അവർ കേട്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ അവർ സശ്രദ്ധം ഇതിൻ്റെ മാനവിക വശങ്ങളെക്കുറിച്ചുള്ള അറിവ് ലഭിക്കുന്നതിൽ ഈ മസാലപ്പടത്തിന് വളരെയധികം വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. ഒരു പക്ഷെ അത് തന്നെയായിരിക്കും BJP ചൊടിപ്പിച്ചത്. താങ്ക് യു. ഇതിൽ മറ്റൊരു തമാശ പോലെ നമ്മുടെ ഈ സെൻസർഷിപ്പിനെ കുറിച്ച് പറയുമ്പോൾ, ഞാനൊക്കെ സൗദിയിൽ പത്ര ഓഫീസിൽ ജോലി ചെയ്യുമ്പോൾ മലയാളത്തിലൊരു പടം വന്നു, രാക്ഷസ രാജാവ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിനെക്കുറിച്ച് റിവ്യൂ കൊടുക്കുകയാണ് പത്രത്തിൽ. അപ്പോൾ നമ്മൾ അറബി ആയിട്ടുള്ള എഡിറ്റർ ചെയ്ത് വായിച്ച് കേൾപ്പിക്കണം, ഇതിൻ്റെ ഹെഡിങ്ങൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്ത് കേൾപ്പിക്കണം. അപ്പം പുള്ളി പറഞ്ഞു ഇതിങ്ങനെ കൊടുക്കാൻ പറ്റില്ല, ഒന്നുകിൽ രാക്ഷസൻ എന്ന് കൊടുക്കാം അല്ലെങ്കിൽ രാജാവ് എന്ന് കൊടുക്കാം. രാക്ഷസ രാജാവ് എന്ന് കൊടുത്താൽ ഇവിടുത്തെ രാജാവ് രാക്ഷസനാണെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അങ്ങനെ ഇത് കൊടുക്കാൻ പാടില്ല. അങ്ങനെ ഈ സെൻസർഷിപ്പിൻ്റെ വളരെ മൈന്യൂട്ടായിട്ടുള്ള ചില ഇടപെടലുകൾ അവിടെയൊക്കെ നമ്മൾ അനുഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ അതൊരു ഇതിൻ്റെ കൂടെ പറഞ്ഞെന്ന് മാത്രം. പക്ഷേ എനിക്ക് തോന്നിയത് ഇപ്പോൾ ഈ രാകേഷ് ശർമ്മയുടെ ഫൈനൽ സൊല്യൂഷൻ പോലെ ഒരു ഡോക്യുമെൻ്ററി സിനിമ, അതാണ് ശരിക്കും ആദ്യമായിട്ട് ഗുജറാത്ത് ഇഷ്യൂ തുറന്നു കാണിക്കുന്ന പടം. അതിനകത്ത് ഈ ബജ്രംഗിയൊക്കെ അയാൾ ഇൻ്റർവ്യൂ ചെയ്യുന്നുണ്ട്. അയാൾ ആ കൊലയുടെ ആഹ്ലാദമൊക്കെ വലിയ തോതിൽ പങ്കുവെക്കുന്നുണ്ട്. എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, ഇപ്പം സാറ് പറഞ്ഞ ഈ തന്തവൈബിൽ നിന്ന് വ്യത്യസ്തമായി 2002 ശേഷം കലാപത്തിന് ഈ വംശീയ ഹത്യയ്ക്ക് ശേഷം ജനിച്ച നമ്മളുടെ ഏറ്റവും പുതിയ തലമുറ ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താണ് എന്ന് പതിവിൽ നിന്ന് വിഭിന്നമായി അന്വേഷിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതിൽ പ്രധാനമായിട്ടും ഈ ഫൈനൽ സൊല്യൂഷൻ യൂട്യൂബിൽ ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളുടെ എണ്ണം, എങ്ങനെ ഒരു ഫൈനൽ സൊല്യൂഷനെ കുറിച്ചൊരു റെഫറൻസ് വന്നു. അപ്പോൾ ആ സിനിമ ധാരാളം പുതിയ കുട്ടികൾ, പലരും പല ചെറുപ്പക്കാരും, എനിക്ക് തന്നെ ഒരു 30ഓളം കോളുകൾ ഈ സിനിമ എങ്ങനെ കിട്ടുമെന്ന് ചോദിച്ച് വരികയുണ്ടായി. അപ്പോൾ അതെന്നെ വളരെ അത്ഭുതപ്പെടുത്തി. കാരണം നമ്മൾ ഒരു ഗൗരവപ്പെട്ട ഒരു സാഹിത്യത്തെക്കുറിച്ച് പറയുമ്പോഴൊക്കെ നമ്മളെ പരിഹസിക്കാറുള്ള സ്വന്തം വീട്ടിലെ ആളുകൾ പോലും ഈ എന്താണ് ഇതിൽ യഥാർത്ഥത്തിൽ എന്താണ്, പ്രത്യേകിച്ചും 2002 ശേഷം പറഞ്ഞ ഇപ്പോൾ ഒരു 20 വയസ്സോ ഒക്കെയുള്ള ആളുകൾ കാണുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് സാറ് പറഞ്ഞതുപോലെ ഈ സിനിമയുടെ ഒരുപക്ഷെ ഇതൊരു ഇത്തരത്തിലുള്ള, ഇപ്പം നമുക്കറിയാം ഈ കൾച്ചറൽ ഹിസ്റ്ററിയിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്ന ഒന്നാണ് പൾപ്പ് സാഹിത്യത്തിൻ്റെ സ്വാധീനം. പൾപ്പ് സാഹിത്യത്തെ നമ്മൾ പലതരത്തിലും ഈ ഗൗരവക്കാരെന്ന് പറയുന്ന ആളുകൾ പരിഹസിച്ചിട്ടുണ്ടെങ്കിലും അതിന് ചില റോളുകൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ വാണിജ്യ സിനിമകൾക്ക് റോളുകൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പം ഹിറ്റ്ലറെ കുറിച്ച് പലതരത്തിലുള്ള വിമർശനങ്ങളും പുസ്തകങ്ങളും തിയേറ്ററിൽ എന്നൊക്കെ പറയുന്ന വലിയ തോതിലുള്ള ഒരു ഡിസ്കോഴ്സ് നടന്നിട്ടുണ്ടെങ്കിലും ചാപ്ലിൻ്റെ സിനിമയാണ് ഇതിനെയെല്ലാം മറികടക്കുന്ന, ഒരു വലിയ തമാശക്കാരനായിട്ട് ലോകം കണ്ട ആളാണ് ഏറ്റവും ഗൗരവത്തിൽ ഇതിനെ കൈകാര്യം ചെയ്തത്. അപ്പം എനിക്ക് തോന്നുന്നത് ചില സമയത്ത് ഇപ്പം ചില കൃതികൾ മോശം തർജ്ജമയാണെങ്കിലും അത് നമ്മളെ ആ കൃതി വായിക്കാൻ സഹായിക്കും എന്ന് പറയുന്നത് പോലെ ഒരു വാണിജ്യ സിനിമയുടെ വിധ്വംസകത കൂടി, ഇതൊരു വാണിജ്യ സിനിമയല്ലായിരുന്നു എങ്കിൽ നമ്മളുടെ ചെറുപ്പക്കാരികളും ഇത് കാണുകയും എന്താണ് ഗുജറാത്തിൽ നടന്നത് എന്ന് അന്വേഷിക്കുകയും ചെയ്യുമായിരുന്നു എന്ന് സാറിന് തോന്നുന്നുണ്ടോ? അതല്ലേ ശരിക്കും ഇവരെ കൂടുതൽ ചൊടിപ്പിച്ചിട്ടുള്ളത്? തീർച്ചയായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ശരിക്കും ആർട്ട് ഹൗസ് സിനിമയായിട്ടാണ് പർസാനിയെ പിടിച്ചത്. ഒരു അമിത് മോഡി എന്ന് പറഞ്ഞാൽ അമേരിക്കയിൽ നിന്ന് വന്ന് രാഹുൽ ദ്വലാക്കിയാണ് അതിൻ്റെ ഡയറക്ടർ. ആരും ശ്രദ്ധിച്ചു തന്നെയില്ല. ആ സിനിമയെ ശരിക്കും ഗവൺമെൻറ്, അന്നത്തെ മൻമോഹൻ സിംഗ് ഗവൺമെൻറ് അതിന് ഒരു പക്ഷേ രഹസ്യമായിട്ട് പ്രോത്സാഹിപ്പിച്ചിട്ട് പോലും ഉണ്ടായിരിക്കും. 2005 വരുന്നത്. ഇത് ഈ പറഞ്ഞ അതിൻ്റെ ഏറ്റവും വലിയ സത്യം. ഇത്
സിനിമ കാണാൻ പോയത് ഒരു 3 മണിക്കൂർ ത്രില്ലടിക്കാൻ വേണ്ടിയാണ്. അതിൽ ലാലേട്ടൻ്റെ പടം, തുടർച്ചയായിട്ട് മോഹൻലാലിൻ്റെ പടങ്ങളും ഇത് ബോക്സ് ഓഫീസിൽ വിജയിക്കാതിരിക്കുകയാണ്. അപ്പം ഏതാണ്ട് അറ്റ കൈ എന്ന പോലെയാണ് ഈ സിനിമ വരുന്നത്. അപ്പോൾ മോഹൻലാലിനോടുള്ള സ്നേഹം, ഈ സിനിമയുടെ ഇത് പ്രത്യേകത, ഇത് ലൂസിഫറിൻ്റെ 2ാം ഭാഗം എന്ന നിലയിലൊന്നും ആൾക്കാർ കണ്ടതായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം ഈ സിനിമ കാണണമെന്ന് ഞാൻ തീരുമാനിച്ചല്ല, ഇത് കണ്ടു കഴിഞ്ഞിട്ടാണ് ഞാൻ ലൂസിഫറിലേക്ക് തിരിച്ചു പോയത്. ലൂസിഫറിൻ്റെയും പ്രമേയം ഇതുതന്നെയാണ്. കേരളത്തിൽ എങ്ങനെ മതരാഷ്ട്രീയ ശക്തികൾ വരാതിരിക്കണം എന്നുള്ളത് തന്നെയാണ് വ്യക്തമായിട്ട് ലൂസിഫറും പറയുന്നത്. ലൂസിഫർ ഇത്ര അധികം ഒരു പക്ഷവും ഉണ്ടാക്കിയില്ല. അത് വന്നു, കളിച്ചു, കുറച്ച് കാശുണ്ടാക്കി പോയി. പക്ഷെ ഇത് വന്നപ്പോൾ ഇത് നേരിട്ട് പൃഥ്വിരാജിന് ഒരു ബാക്ക് സ്റ്റോറി, അതിശക്തമായൊരു ബാക്ക് സ്റ്റോറി കൊടുക്കാൻ വേണ്ടി ആയിരിക്കാം ഒരു പക്ഷേ ഇതിൻ്റെ നിർമ്മാതാക്കൾ ഗുജറാത്തിൽ പോയത്. കാരണം അതിനേക്കാൾ വലിയൊരു മുറിവ് സമീപകാല ഇന്ത്യയിൽ ഇന്ത്യൻ ജനത അനുഭവിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഇന്ത്യൻ ജനതയുടെ ഒരു വിഭാഗം അനുഭവിച്ചിട്ടില്ല. ഒരു പ്രതികാര രൂപിയായിട്ട് ഒരാളെ വളർത്തിയെടുക്കാൻ പറ്റുന്ന രീതിയിൽ ഞാൻ ഒരു കഥാകാരനെ പോലെയാണ് ചിന്തിക്കുന്നത്. ഇതൊരു ബാക്ക് സ്റ്റോറി ആയിട്ടായിരിക്കാം ഒരു പക്ഷേ മറ്റേ മുരളി ഗോപി ഈ ഗുജറാത്ത് കഥ കൊണ്ടുവരുന്നത്. അത് വലിയ തോതിൽ ജനങ്ങളുടെ ഇടയിൽ കത്തിപ്പടരുകയും ചെയ്തത്. ആ നിലയിൽ നമ്മൾ നോക്കുമ്പോൾ ചില പ്രത്യേക സാംസ്കാരിക സന്ദർഭങ്ങളിൽ ഈ വാണിജ്യ സിനിമ എന്ന് പറയുന്ന ആ ജോണറിന്, കാരണം ഒരു മനുഷ്യനേക്കാളും വലിപ്പമുള്ള തോക്കൊക്കെ എടുത്തിട്ടാണ് ഇതിലെ നായകരൊക്കെ നടക്കുന്നത്. അതെല്ലാം വളരെ എന്താ പറയുക, പിന്നെ ലാർജർ ദാൻ ലൈഫ് സൈസാണെന്നൊക്കെ നമുക്കറിയാം. പക്ഷേ എന്നിട്ടും അത്തരം ഒരു സിനിമ, ഇപ്പോൾ ഉദാഹരണത്തിന് ടി വി ചന്ദ്രനെ പോലെ ഒരു ഫിലിം മേക്കർ എടുക്കുക. ടി വി ചന്ദ്രൻ ഗുജറാത്ത് ഇഷ്യൂ വെച്ച് തന്നെ ഒരു ട്രിലജി ചെയ്തിട്ടുള്ള ആളാണ്. 3 പടങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അതിൽ ദിലീപിനെ പോലെ ആ കാലത്ത് അന്നത്തെ ദിലീപൊക്കെ നായകനായിട്ട് അഭിനയിച്ചിട്ടുള്ള പടങ്ങളാണ്. അത് വളരെ ഇമോഷണലായിട്ടുള്ള പല തലങ്ങളിലൂടെയും പോകുന്നുണ്ട്. പക്ഷേ അങ്ങനെ ഒരു ട്രിലജി മലയാളത്തിൽ ഇറങ്ങിയിട്ടുണ്ട് എന്ന് പോലും പലരും ഓർക്കുന്നില്ല. അപ്പോൾ എന്തായിരിക്കും ഇത്തരത്തിൽ ഈ വാണിജ്യ സിനിമയുടെ ഒരു അതുണ്ടാക്കുന്ന ഒരു ശക്തി, അല്ലെങ്കിൽ അതിന് എങ്ങനെയാണ് ഇത് കൂടുതൽ സാധ്യമാകുന്നത് എന്ന്. കാരണം വളരെ ഇൻട്രിക്കേറ്റായിട്ട് കഥ എഴുതുമ്പോൾ, പാല് വിരിഞ്ഞ കാലം പോലെ ഒരു കഥ എഴുതുമ്പോൾ, ഭീമച്ചൻ പോലെയുള്ള ഏറ്റവും പുതിയ കഥ എഴുതുമ്പോൾ, അല്ലെങ്കിൽ IAS കാരനായിട്ട് ഇരിക്കുമ്പോൾ തന്നെ വൻമരങ്ങൾ വീഴുമ്പോൾ പോലുള്ള കഥ എഴുതുന്നു. ഈ പറയുന്ന എല്ലാ കഥകളും ആ കാലത്താണ് എഴുതുന്നത്. അപ്പം എങ്ങനെയായിരിക്കും, അതായത് നമ്മൾ ഇരിക്കുന്ന ഒരു ജോലി എപ്പോഴും നമ്മളെ എഴുത്തിന് ക്രിയേറ്റിവിറ്റിയൊക്കെ ബാധിക്കുന്നുണ്ട്. അപ്പോൾ ഞാനൊക്കെ ഇത് വളരെ അത്ഭുതത്തോടെ ആലോചിക്കാറുണ്ട്. ഒരു സ്കൂൾ മാഷയ്ക്ക് പോലും കഥ എഴുതാൻ പറ്റാത്ത സന്ദർഭങ്ങൾ കേരളത്തിലുണ്ടായിട്ടുണ്ട്, ഈ DO പിന്നെ കടലാസ് കൊടുക്കുന്നത്. അപ്പം താങ്കളെപ്പോലെ ഒരാൾ ഒരു ഭാഗത്ത് ഈ ഡൽഹിയുടെ അല്ലെങ്കിൽ ബീഹാറിൻ്റെ ഒക്കെയുള്ള ഇത്തരത്തിലുള്ള ഒരു അധികാരത്തിൻ്റെ ഇടനാഴിയിൽ ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു ടോപ്പ് ബ്യൂറോക്രാറ്റായിട്ട് ഇരിക്കുക, അതേസമയം ഇങ്ങനത്തെ കഥകൾ എഴുതുക. ഇങ്ങനത്തെ കഥകൾ എഴുതുമ്പം വളരെ സൂക്ഷ്മമായിട്ട് ലോകത്തിലെ സിനിമ, ചിത്രകല, സംഗീതം, ഇതിനൊക്കെ നമ്മൾ പറയുന്ന ഗൗരവപ്പെട്ട കാര്യങ്ങളെ വളരെ സൂക്ഷ്മമായിട്ട് നോക്കുക. അപ്പം ആ അനുഭവങ്ങളിൽ നിന്ന് ഇങ്ങനത്തെ ഒരു വളരെ വാണിജ്യ സിനിമ ഉണ്ടാക്കുന്ന ഒരു ഇന്ന് കേരളത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു പ്രവർത്തനമെന്നോ പ്രതിപ്രവർത്തനമെന്നോ പറയാവുന്നതിന് താങ്കളുടെ ഇത്രയും കാലത്തെ ഒരു സർഗ ജീവിതത്തിൽ നിന്ന് എങ്ങനെയാണ് നോക്കുന്നത്? അത് എനിക്കറിയാം, താങ്കൾ പിന്നെ വളരെ ഈ വാണിജ്യ സിനിമ അല്ലെങ്കിൽ ആ തരത്തിൽ പൾപ്പ് ഫിക്ഷൻ ഇതിനെക്കുറിച്ചൊക്കെ പല ലേഖനങ്ങളിലും ചില സംസാരങ്ങളിലൊക്കെ ചില പരാമർശങ്ങൾ നടത്തി കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ കൂടി നമുക്കിതിനെ എങ്ങനെ കാണാം? നല്ല കല, ചീത്ത കല എന്നൊക്കെ പറയുന്ന ഒരു വ്യവഹാരത്തിനിടയിൽ ഇത് സത്യം പറഞ്ഞാൽ ആർട്ട് സിനിമ അല്ലെങ്കിൽ വാണിജ്യ സിനിമ തുടങ്ങിയ വിഭജനങ്ങൾ മലയാളത്തിൽ ഇല്ലാതായിട്ട് കുറേ കാലം.
ഞാൻ കണ്ടെത്തിയത് അതിന് കാരണം KJ ജോർജ് ആണെന്നാണ്. KJ ജോർജാണ് ഒരു പക്ഷേ ഇത് രണ്ടിനും ഇടയ്ക്കുള്ള പാലം വലിച്ചത്. ലോകത്തിൽ തന്നെ ഇത്തരത്തിലുള്ള ഒരു വിഭജനം ഇല്ലാതാകാനുള്ള പ്രധാന കാരണം, ഞാൻ ലോകം എന്ന് പറഞ്ഞ പാശ്ചാത്യ ലോകത്തിൽ ഒരു പറ്റം വലിയ ചിന്തകർ, വാൾട്ടർ ബെഞ്ചമിനെ പോലെയുള്ള വലിയ ചിന്തകൾ ഈ കൃത്രിമ വിഭജനത്തിനെതിരായിട്ട് നിലകൊണ്ടു. സിനിമ എപ്പോഴും വാണിജ്യമായിരിക്കണം എന്ന് വിശ്വസിക്കുന്ന ആളാണ്. കാരണം അതിന് വലിയൊരു സംഖ്യ മുതൽ മുടക്കുണ്ട് എല്ലാത്തിലും. അതിൻ്റെ നിർമ്മാണം തൊട്ട് പ്രദർശനം, സിനിമാശാലയിൽ ഇപ്പോൾ ഐമാക്സ് തിയേറ്ററിലാണ് എറണാകുളത്ത് ഞാനത് കണ്ടത്. ഈ ഐമാക്സ് തിയേറ്ററൊക്കെ ഉണ്ടാക്കാൻ വളരെയധികം ചിലവുള്ളതാണ്. ഈ എല്ലാ രംഗത്തും വളരെയധികം ചിലവുള്ളപ്പോൾ അത് തിരിച്ചു പിടിക്കാനുള്ള രീതിയിലുള്ള ആഹ്ലാദം ജനങ്ങൾക്ക് നൽകണം. പിന്നെ സിനിമ എന്ന് പറഞ്ഞത് ഒരു കലാനുഭവം മറ്റൊരു രീതിയിലാണ്. കാരണം അതൊരു തരത്തിലുള്ള ഒരു ഇരുണ്ട മുറിയിൽ ജനങ്ങളുടെ മധ്യത്തിൽ നമ്മൾ ഇരുന്നു കൊണ്ട് ഏകാന്തനായിട്ട് ഒരു 3 മണിക്കൂർ ചെലവഴിക്കുമെന്ന് മുൻകൂട്ടി ഒരു തീരുമാനമെടുത്ത് വന്നിരിക്കുന്ന ആളാണ് അതിൻ്റെ കാണി. വലിയ ത്യാഗങ്ങൾ സഹിച്ചാണ് അയാൾ അവിടെ ഇരിക്കുന്നത്. അപ്പം ഈ കാണിയോട് സംവദിക്കാനും കാണിയെ രസിപ്പിക്കാനും ആണ് സിനിമയുടെ അടിസ്ഥാന ധർമ്മം എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ എപ്പോഴും ഒരു കമേഴ്ഷ്യൽ സിനിമയ്ക്ക് എന്ന് പഴയ അർത്ഥത്തിൽ ഇപ്പോൾ ആ വ്യവഹാരങ്ങളൊക്കെ ഏതാണ്ടില്ലാതെയായി. മലയാളത്തിൽ ഇപ്പോൾ ഇന്ത്യയിൽ മുഴുവൻ പ്രശസ്തമായിട്ടുള്ള മലയാള സിനിമകളെല്ലാം മറ്റേ കാതൽ, ദി ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ, ഈ തുടങ്ങിയ സിനിമകളെല്ലാം മുഖ്യധാരാ സിനിമകളായിരുന്നു. അതിലൊന്നും ആർട്ട് ഹൗസ് സിനിമകളല്ല. ഇപ്പോൾ ആർട്ട് ഹൗസ് സിനിമകൾ പഴയ കാലത്ത് അടൂരും അരവിന്ദനും ഒക്കെ പിടിച്ച പോലെ ആരും പിടിക്കാതെയായിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം. അടുത്ത പക്ഷേ എങ്ങനെ IAS ഇരുന്നുകൊണ്ട് ഞാൻ ഈ കഥകൾ എഴുതി എന്നുള്ളത്, അതൊരു ഗവൺമെൻറ്റിൻ്റെ ഒരു ജിയോ ഉണ്ട്, ഒരു ഗവൺമെൻറ് ഓർഡർ ഉണ്ട്. IASകാരന് അല്ലെങ്കിൽ സർക്കാർ, കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ഒന്നും എഴുതാനോ പ്രസിദ്ധീകരിക്കാനോ പാടില്ല. 2 കാര്യങ്ങൾ അവർക്ക് പ്രസിദ്ധീകരിക്കാം: ഫിക്ഷൻ അല്ലെങ്കിൽ ശാസ്ത്രീയമായ ലേഖനങ്ങൾ. ഈ ഒരു പഴുത് ഉപയോഗിച്ചാണ് ഞാൻ ഈ കഥകളൊക്കെ എഴുതിയത്. പിന്നെ ഞാൻ ജോലി ചെയ്യുന്നത് ഹിന്ദിയിലാണ്. എൻ്റെ കഥകൾ ഹിന്ദിയിലും വന്നിട്ടുണ്ട്, അവിടുത്തെ ഭരണാധികാരി ഹിന്ദിയിൽ വന്നിട്ടുണ്ട്, തിരുത്ത് ഉറുദുവിൽ വ്യാപകമായിട്ട് വായിക്കപ്പെട്ട കഥയാണ്. അപ്പം അവിടുത്തെ ഭരണാധികാരികൾക്കെല്ലാം ഇതെല്ലാം അറിയാം. പക്ഷെ അവർ എനിക്ക് ഒന്ന് സ്നേഹപൂർവ്വം കണ്ണടച്ചു എന്നാണ്. സാർ, ഇതിൻ്റെ മറ്റൊരു, ഈ സിനിമ വരുന്നു, ഈ സിനിമയിൽ കുറച്ച് വീണ്ടും കട്ടുകൾ, ഇവർ സ്വയം സെൽഫ് സെൻസറിങ് എന്ന് നമ്മൾ പറയുന്ന ഒരു കാര്യം നമ്മൾ കാണുകയാണ്. അത് കട്ട് ചെയ്യുന്നു. അതിൽ നായകരിൽ ഒരാൾ മാപ്പ് പറയുന്നു, എന്നെ ഇഷ്ടപ്പെട്ട ആളുകളെ ഇത് വേദനിപ്പിച്ചു, ഞാൻ അവരോട് മാപ്പ് പറയുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരുപാട് ട്രോൾസ് നമ്മളുടെ ഇൻ്റർനെറ്റ് സ്പേസിൽ വരുന്നു. ഇങ്ങനെ കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് ക്രിയേറ്റീവായിട്ടുള്ള ആളുകളുടെ ലോകത്ത് നടക്കുന്ന ഒരു കാര്യമാണ്, ഇവിടെ നിലനിൽക്കുന്ന ഒരു രാഷ്ട്രീയ അന്തരീക്ഷം മൂലം, ഇവിടെ നിലനിൽക്കുന്ന ഇതിനു മുമ്പ് നമുക്കത്ര പരിചിതമല്ലാത്ത ഒരു രാഷ്ട്രീയ അന്തരീക്ഷം മൂലം നമ്മൾ തന്നെ ഒരു സെൽഫ് സെൻസറിങ്ങിലേക്ക് പോകേണ്ടി വരുന്നുണ്ട് എന്നുള്ളത്. അപ്പം പ്രത്യേകിച്ചും ഫിക്ഷൻ എഴുതുന്ന ചില ആളുകൾ വ്യക്തിപരമായ സംഭാഷണങ്ങളിലെല്ലാം ഇത്തരം സെൽഫ് സെൻസറിങ് നടത്താറുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ, അപ്പം സാറിനെ സംബന്ധിച്ച് അത്തരത്തിലുള്ള ഒരു ലോകത്ത് തന്നെ ജീവിക്കുന്ന ഒരാളാണ്. ക്രിയേറ്റീവായിട്ടുള്ള പലതരത്തിലുള്ള ഈ വ്യക്തിപരമായും അങ്ങനെ ഓരോരുത്തർ അവരുടെ സന്നിഗ്ധതകളൊക്കെ പരസ്പരം പങ്കിടുന്ന ഒരു കമ്മ്യൂണിറ്റിയിൽ കൂടിയുള്ള ഒരാളെന്ന നിലയ്ക്ക് ഇപ്പോൾ നടന്നിട്ടുള്ള ഈ സ്വയം, അതായത് സെൻസർ ബോർഡ് ആവശ്യപ്പെടാതെ ഈ സ്വന്തമായിട്ട് നടത്തിയിട്ടുള്ള ഈ കട്ടിനെ, ഈ പ്രവണതയെ, ഈ പ്രതിഭാസത്തെ എങ്ങനെയാണ് കാണുന്നത്? ഇപ്പം സാർ തന്നെ തുടക്കത്തിൽ പറഞ്ഞു, ആ തമിഴ് സിനിമ പോലെ നമ്മുടെ മലയാളം സിനിമ ഇൻഡസ്ട്രിയുടെ പൊതുവായ പിന്തുണ ഇവർക്കില്ല. അപ്പം ഇതേപോലെ നാളെ ഒരു ഹരീഷിനെ പോലെ ഒരു എഴുത്തുകാരന് ഒരു പിന്തുണ കിട്ടി നമ്മുടെ സമൂഹത്തിൽ.
പക്ഷെ നാളെ ഇത് ഇപ്പോൾ ഇവർ കൊണ്ടുവരുന്ന ഈ കൊണ്ടുവരുന്ന എന്ന് പറയുന്നതിലൊരു രസമുണ്ട്. അതായത് ആദ്യ മോദി സർക്കാരിൻ്റെ അത്രയും സീറ്റുകളില്ലാതെ, അത്രയും ഭൂരിപക്ഷമില്ലാതെ കൂടുതൽ ഹിംസാത്മകമായിക്കൊണ്ടിരിക്കുന്ന, കൂടുതൽ വയലൻ്റ് ആയിക്കൊണ്ടിരിക്കുന്ന, എല്ലാ തരത്തിലുമുള്ള വയലൻസ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു ഭരണകൂടത്തിൻ്റെ ഒരു അന്തരീക്ഷത്തിനുള്ളിൽ നിൽക്കുമ്പോൾ നമ്മളുടെ എഴുത്തുകാർ, നമ്മുടെ സിനിമക്കാർ, നമ്മുടെ സംഗീതജ്ഞർ, നാടകക്കാർ ഇവരൊക്കെ ഒരുതരം സെൽഫ് സെൻസറിങ് ഭീതിയിലേക്ക് പോകുമെന്ന് സാറിന് തോന്നുന്നുണ്ടോ? അതിനു മുമ്പ് ഈ മാസ് മീഡിയയുടെ സ്വാധീനം, ഈ മാസ് മീഡിയ ആണ് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ വളർത്തിയത്. നിങ്ങൾ തന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്ന നാടകം ആയിരക്കണക്കിന് സ്റ്റേജിലാണ് 1957 മുമ്പ് കളിച്ചത്. അന്ന് നാടകമായിരുന്നു. അന്ന് മലയാള സിനിമ ഒരു കൊല്ലത്തിൽ ഒരെണ്ണമൊക്കെ ഇറങ്ങിയിരുന്നുള്ളൂ. അപ്പോൾ എന്നും നാടകമായി ഏത് ദൃശ്യ കലാരൂപമാണെങ്കിലും ഈ മാസ് മീഡിയ ഇതിന് വലിയ പങ്കുവഹിച്ചിട്ടുണ്ട്. ഇന്നത്തെ കാലത്ത് എഴുതുമ്പോൾ സെൽഫ് സെൻസറിങ് രണ്ട് കാരണം കൊണ്ടോ, സർക്കാരിനോടുള്ള ഭയമാണെന്ന് എനിക്ക് തോന്നുന്നില്ല കാര്യമായിട്ട്. കാരണം അത്ര ജാഗരൂകമായിട്ട് ഇതെല്ലാം പരിശോധിക്കുന്ന ഹിറ്റ്ലറുടെ കാലത്തെ എൻലൈറ്റൻമെൻറ്റ് മിനിസ്ട്രി എന്നാണ് ഇൻഫർമേഷൻ ബ്രോഡ്കാസ്റ്റിംഗ് മിനിസ്ട്രിയെ ഹിറ്റ്ലർ വിളിച്ചിരുന്നത്. വളരെ ബോധമുള്ള ഒരു ഉദ്യോഗസ്ഥരൊന്നുമില്ല. ഇവിടെ പ്രധാനമായിട്ട് ഇവർ ചെയ്യുന്നത് ഒരു പറ്റം ആൾക്കാരെ ഒരുപക്ഷെ കൂലി കൊടുത്ത് തന്നെ സാമൂഹ്യ മീഡിയയിൽ ഇറക്കി വിട്ടിട്ടുണ്ട്. അപ്പം അവരാണ് നിങ്ങളെ നിശബ്ദരാക്കിയ, അല്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് റിസ്ക് എടുപ്പിക്കാതിരിക്കുക കാണില്ല. കാരണം അവരുടെ ലക്ഷ്യം നിങ്ങളെ കൊണ്ട് നിങ്ങളെ വേദനിപ്പിക്കുകയല്ല, നിങ്ങളെ കൊണ്ട് സർഗാത്മക പ്രവർത്തനം നടത്താതിരിക്കുകയാണ്. നിങ്ങളെ തുടർച്ചയായിട്ട് നിങ്ങളുടെ വീട്ടുകാരെ ചീത്ത പറയുമ്പോൾ, ഇപ്പം ഹരീഷിൻ്റെ കാര്യത്തിൽ നടന്നതാണ്, പൃഥ്വിരാജിൻ്റെ കാര്യത്തിൽ നടന്നതാണ്. ആദ്യം അവർ അറ്റാക്ക് ചെയ്യുക നിങ്ങളുടെ വീട്ടിലിരിക്കുന്ന സ്ത്രീകളെയാണ്. ഇപ്പം ഈ സ്ത്രീകളെ പ്രൊട്ടക്റ്റ് ചെയ്യാനും മറ്റുമായിട്ട് ഒരു നിയന്ത്രണം ഒരു പക്ഷേ എഴുത്തുകാരിൽ കടന്നു വരുന്നുണ്ടാകും, കലാകാരന്മാരിൽ കടന്നു വരുന്നുണ്ടാകും. അതിനെ ശക്തമായിട്ട് നേരിടാനോ ഈ എഴുത്തുകാർക്ക് പിന്തുണ നൽകാനോ ഉള്ള തയ്യാറെടുപ്പ് പ്രബുദ്ധമായ കേരളത്തിൽ പോലും ഒരു രാഷ്ട്രീയ കക്ഷിയോ അവരുടെ യുവജന സംഘടനകളോ ചെയ്യുന്നില്ല എന്നതും കൂടി സത്യമാണ്. ഇതൊക്കെയാണ് എഴുത്തുകാരനെ പിൻവലിപ്പിക്കുന്നതിനുള്ള കാരണം. അത് യാഥാർത്ഥ്യമാണ്. സെൽഫ് സെൻസറിങ് ഉണ്ട്, സെൻസറിങ് ഉണ്ട്. ഇതെല്ലാം വളരെ ഈ കാലഘട്ടത്തിൻ്റെ ഇതാണ്. അല്ലെങ്കിൽ നമ്മളൊരു പരസ്പരം ഒരേ ആശയം പറയുന്ന ആൾക്കാർ ഇത്തരം വേദികളിൽ, ഈ കോഴിക്കോട് സാംസ്കാരിക വേദി പോലെയുള്ള ഇത്തരം വേദികൾ കേരളത്തിൽ എമ്പാടും കുറേയൊക്കെ സജീവമായതാണ് പിന്നെയും സംസാരിക്കാനുള്ള ശക്തി നൽകുന്നത്. അതായത് ഒരു ഘട്ടത്തിൽ നമ്മളുടെ ഇപ്പോൾ അവർ ജീവിച്ചിരിക്കുന്നില്ല, ഒരു വലിയ എഴുത്തുകാർ കേരള സാഹിത്യ അക്കാദമി സെൻസർഷിപ്പ് നടത്തണം, കൃതികൾ സെൻസർഷിപ്പ് നടത്തണം എന്ന് അഭിപ്രായപ്പെടുക വരെ ഉണ്ടായിട്ടുണ്ട് കേരളത്തിൽ. അപ്പോൾ അതെന്താണ് സെൻസർഷിപ്പ് എന്ന് അറിഞ്ഞുകൊണ്ടാണോ ഈ പറയുന്നതെന്ന് അറിയില്ല. അത് എനിക്ക് തോന്നുന്നത് ഈ മനുഷ്യമാംസം ഭക്ഷിക്കുന്നത് ചിത്രീകരിക്കുന്ന ഒരു നോവൽ വന്ന സന്ദർഭത്തിലാണ് അവർ അക്കാദമി ഭാരവാഹി കൂടിയാണ് ഇങ്ങനെ പറയുന്നത്. ഈ കേരളത്തിൽ സെൻസർഷിപ്പ് നടത്തേണ്ടത്, സാഹിത്യത്തിൽ സെൻസർഷിപ്പ് ആവശ്യമാണ്, സെൻസർഷിപ്പ് നടത്തേണ്ടത് സാഹിത്യ അക്കാദമിയാണ് എന്ന് അന്ന് സാഹിത്യ അക്കാദമിയുടെ തന്നെ ഒരു ഉന്നത പദവിയിൽ ഇരിക്കുന്ന ആ എഴുത്തുകാരി പറയുണ്ടായി. അപ്പം അങ്ങനെ ചില സന്ദർഭങ്ങളിൽ എന്താണ് സെൻസർഷിപ്പ്, എങ്ങനെയാണ് ആ സെൻസർഷിപ്പ് ആക്ട് ചെയ്യുക എന്നറിയാത്ത ഒരുതരം ആന്ധ്യത നമ്മുടെ എഴുത്തുകാരിൽ തന്നെ ചിലർക്ക്, വളരെ മുതിർന്ന എഴുത്തുകാരിൽ തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാനിതിങ്ങനെ ചോദിച്ചത്. ഇനി മറ്റൊരു കാര്യം, കഴിഞ്ഞ കുറേ നാളുകളായി ഏറെക്കുറെ സംഘപരിവാറിനെയോ അല്ലെങ്കിൽ ഈ പറയുന്ന തരത്തിലുള്ള ഒരാശയത്തെ പിന്തുണയ്ക്കുന്ന കുറേ അധികം സിനിമകൾ, ചാവ പോലെയുള്ള സിനിമകൾ, ഇങ്ങനെ അതിൻ്റെ ഒരു വലിയ നിര നമുക്ക് കാണാം. അങ്ങനെയാണ് ഔറംഗസീബിൻ്റെ കുടീരം പൊളിക്കണം, അത് പൊളിച്ചു മാറ്റണം എന്നൊക്കെ ഉള്ള ഒരു ആവശ്യം വരുന്നത്.
അപ്പോൾ ഇവർ ആ തരത്തിലുള്ള ആശയ ഐഡിയോളജി ഉള്ളവർ നോക്കുന്ന സമയത്ത് അവർക്ക് അനുകൂലമായ നിരവധിയായ സിനിമകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. പ്രത്യേകിച്ച് നമ്മൾ പറയുന്ന ബോളിവുഡിൽ നിന്ന് ഇങ്ങനെ ഇത് വന്നുകൊണ്ട് ഇത്തരം സിനിമകൾ വരിക. ഇതിൻ്റെ ഇടയിലാണ് എമ്പുരാൻ എന്ന് പറയുന്ന വേറൊരു സിനിമ വളരെ കമേഴ്ഷ്യലായിട്ടുള്ള മയക്കുമരുന്ന് വേട്ട പോലെയുള്ള സംഭവങ്ങളുള്ള ഒരു സിനിമയിൽ ഈ മസൂദി പൃഥ്വിരാജ് അവതരിപ്പിക്കുന്ന കഥാപാത്രം പെട്ടെന്ന് നരുദേ ഭാട്ടിയ ഓർമ്മിപ്പിക്കുന്നു, അല്ലെങ്കിൽ നമ്മളെ ആ ഒരു കലാപത്തിൻ്റെ പല വശങ്ങളും ഓർമ്മിപ്പിക്കുന്നു. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഞങ്ങൾ അംഗീകരിക്കുന്ന സിനിമകളുണ്ട്, ഞങ്ങൾ അംഗീകരിക്കാത്ത സിനിമകളുണ്ട് എന്ന് നേരിട്ടല്ലാതെ ഈ കാര്യത്തിൽ അണികളെ ഒക്കെ രംഗത്തിറക്കി അങ്ങനെ നോക്കുമ്പോൾ തന്നെ നമുക്ക് കാണാം പിന്നെ ലാലപ്പൻ അങ്ങനെയൊക്കെയുള്ള വളരെ മോശമായിട്ടുള്ള പദപ്രയോഗങ്ങൾ ഇതിലെ നടന്മാർക്ക് നേരെ രാജപ്പൻ എന്ന് പറയുന്ന പഴയ ശ്രീനിവാസൻ കഥാപാത്രത്തെ ഓർമ്മിപ്പിക്കുന്ന പൃഥ്വിരാജിനെ അങ്ങനെ വിളിക്കുന്ന വലിയ തോതിലുള്ള ഞങ്ങൾ ഹിന്ദുക്കൾ തന്നെയാണ്, ഞങ്ങളോട് നിങ്ങളധികം കളിക്കേണ്ടതില്ല എന്ന് ഇൻ്റർനെറ്റ് സൈറ്റിൽ സാറ് പറഞ്ഞ പോലെ റോട്ടിലിറങ്ങിയില്ലെങ്കിലും ഇത് മലയാളിയുടെ കൂടുതൽ ഹിംസാത്മകമാകുന്ന ഒരു ഹിന്ദുത്വയുടെ സ്വഭാവമായിട്ട് കൂടി നമുക്ക് കാണാമോ എന്നുള്ളതാണ്. കാരണം ചവ പോലെ ഒരു സിനിമ വരുമ്പോൾ നമ്മൾ ഇതേ ഇൻ്റർനെറ്റ് പിന്നെ അഭിപ്രായ പ്രകടനങ്ങൾ വരുന്ന സ്ഥലത്ത് നോക്കുമ്പം ഇദ്ദേഹത്തിൻ്റെ കബർ പൊളിച്ചു മാറ്റണം എന്ന് പറയുന്നവരുടെ എണ്ണമാണ് നമ്മൾ കാണുന്നത്. ഇപ്പുറത്ത് ഞങ്ങൾ ഹിന്ദുക്കളാണ്, ഈ ഞങ്ങളുടെ ഹിന്ദുത്വ ആശയത്തെ തൊട്ട് കളിക്കേണ്ട എന്ന് പറയുന്ന ഒരു കമൻറ്റും കാണുന്നുണ്ട്. ഇപ്പം നമ്മൾ കേരളത്തെക്കുറിച്ച് നമുക്ക് പലതരം അവകാശവാദങ്ങളുണ്ട്. കേരളം ഇതിലൊന്നും അടിപ്പെടാത്തൊരു സ്ഥലമാണ്, അങ്ങനെ മാറാത്തൊരു സ്ഥലമാണ്, നമ്മൾ എപ്പോഴും ഈ ഒരു ഹ്യൂമൻ കണ്ടൻറ്റ് ഉയർന്നു നിൽക്കും എന്നൊക്കെ പറയുന്നു. പക്ഷേ ഇതിൻ്റെ പല ഈ ആളുകൾ അഭിപ്രായ പ്രകടനം നടത്തിയതും ഇതുപോലെ ലേഖനങ്ങൾ വന്നതിൻ്റെ താഴെയൊക്കെ വന്നിട്ടുള്ള അഭിപ്രായങ്ങൾ അത് ഒരു ഡിജിറ്റൽ വയലൻസായി മാത്രം കണ്ടാൽ മതിയോ, അത് ഒരു പൊട്ടൻഷ്യൽ വയലൻസ് അതിനകത്തുണ്ടോ എന്നുള്ളതാണ്. ഇത് വടക്കേന്ത്യയിൽ സംഭവിക്കുന്നതും കേരളത്തിൽ സംഭവിക്കുന്നതും തമ്മിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. ഇപ്പോൾ ചാവ അല്ലെങ്കിൽ പത്മാവത് ഇതെല്ലാം അഡ്രസ്സ് ചെയ്തത് ഹിന്ദുത്വത്തെ അല്ല, ഇത് അഡ്രസ്സ് ചെയ്തത് ജാതികളെയാണ്. ചാവ അഡ്രസ്സ് ചെയ്ത് മറാഠി പ്രൈഡിനെയാണ്. ഈ പത്മാവതിക്കെതിരായിട്ട് പത്മാവതി എന്നായിരുന്നു പിന്നെ പേര് മാറ്റി പത്മാവതാക്കി, നമ്മുടെ ബജ്രംഗി ബൽരാജായ പോലെ. ഈ അത് അഡ്രസ്സ് ചെയ്ത് പത്മാവത് അഡ്രസ്സ് ചെയ്ത് രാജ്പുത് എന്ന് പറയുന്ന വടക്കേന്ത്യയിലെ പ്രബുല്ല സവർണ സമുദായത്തിൻ്റെ വികാരങ്ങളെയാണ്. കേരളത്തിൽ നിസ്സംശയം BJP വളരുന്ന ശക്തിയാണ്. ഒരു 10 വർഷം മുമ്പ് 6-6.5% ആയിരുന്നു, 15 വർഷം മുമ്പ് 6% അവരുടെ വോട്ടെങ്കിൽ ഇന്നത് 20-ൻ്റെ അടുത്തെത്തി. ഇതിന് സമാന്തരമായിട്ട് പറയാവുന്നൊരു സംഭവം 1956 കേരളത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുകയുണ്ടായി. അന്ന് കേരളം ഇല്ല, തിരുവിതാംകൂർ കൊച്ചിയേ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുകയുണ്ടായി, അസംബ്ലി തെരഞ്ഞെടുപ്പ്. ഈ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ്, കൊടുങ്ങല്ലൂർ സീറ്റിൽ മാത്രമാണ് അന്നത്തെ അവിഭാജ്യ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിജയിച്ചത്. ഒരു കൊല്ലം കഴിഞ്ഞ് 57 തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ ഭരണത്തിലെത്തി. അപ്പോൾ ഇതിൻ്റെ ക്രിട്ടിക്കൽ മാസ് 20-ന് 22-ലേക്കോ 23-ലേക്കോ 24-ലേക്കോ മാറുകയാണെങ്കിൽ കേരളവും ഈ വിപത്തിൽ നിന്ന്, വർഗീയ വിപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുമെന്ന് നമുക്ക് സംശയിക്കാം. നമ്മൾ ആശങ്കപ്പെടേണ്ട കാര്യമാണ്. പിന്നെ എമ്പുരാൻ്റെ കഥ തന്നെ എടുക്കും. ഇപ്പം എമ്പുരാൻ്റെ കണക്കുകൾ ഞാൻ പരിശോധിച്ചു. ഒരു 90% അതിൻ്റെ വരുമാനവും കേരളത്തിൽ നിന്നാണ് കിട്ടിയിട്ടുള്ളത്. കേരളത്തിൽ നിന്നും വിദേശങ്ങളിൽ നിന്നും. വടക്കേ ഇന്ത്യയിൽ നിന്ന് വളരെ കുറച്ചേ കിട്ടുള്ളൂ. നമ്മുടെ തൊട്ടടുത്ത തമിഴ്നാട്ടിൽ നിന്ന് വളരെ കുറച്ചേ ഉള്ളൂ. കേരളം കഴിഞ്ഞാൽ പിന്നെ ഇന്ത്യയിൽ തമിഴ്നാട്ടിലാണ് അവർക്ക് ഏറ്റവും കൂടുതൽ കാശ് കിട്ടിയത്. പിന്നെ കന്നഡയിൽ കുറച്ചുള്ളൂ. അതിന് ശേഷമൊക്കെ ശതമാനക്കണക്കിൽ വളരെ കുറച്ച്
തുക മാത്രമേ എമ്പുരാന് കിട്ടിയിട്ടുള്ളൂ. ഒരു പ്രധാനപ്പെട്ട വരവ് കേരളത്തിൽ നിന്നാണ്, പിന്നെ ഓവർസീസ് റിലീസിൽ നിന്നുമാണ്. അവർക്ക് മറ്റേ മഞ്ഞുമ്മൽ ബോയ്സ് കേരളത്തിനേക്കാൾ കൂടുതൽ കാശ് വാരിയത് തമിഴ്നാട്ടിൽ നിന്നാണ്. അപ്പോൾ അവർക്ക് മലയാള സിനിമയോട് യാതൊരു വിപ്രതിപത്തിയും ഇല്ല. പക്ഷേ എമ്പുരാൻ അത് സാധിച്ചിട്ടില്ല എന്നുകൂടി നമ്മൾ ഓർക്കണം. ഇതൊരു മലയാളിയോട് സംവദിക്കുന്ന ഒരു സിനിമയാണ്. ഇത് നമ്മുടെ സമൂഹത്തിന് ഉപകാരപ്രദമാണ്. അതുകൊണ്ടാണ് മറ്റേ നോർത്ത് ഇന്ത്യയിൽ ഇത് തിയേറ്റർ ആക്രമണങ്ങളൊന്നും നടക്കാതിരുന്നത്. ഇപ്പോൾ എന്തായുള്ള പേര്, ആ വലിയ കൊമേഡിയൻ കമ്ര, ഈ കമ്രയോട് ചെയ്തത് എമ്പുരാനോടും ചെയ്തു കുറച്ച് ദിവസം. കമ്ര ഫസ്റ്റ് നെയിം ഞാൻ മറന്നുപോയി, കുണാൽ കമ്ര എന്ന കൊമേഡിയൻ മഹാരാഷ്ട്രയിലെ ശിവസേന മുഖ്യമന്ത്രിക്കെതിരായിട്ട് ഉപമുഖ്യമന്ത്രിക്കെതിരായിട്ട് പറഞ്ഞപ്പോൾ അയാൾക്കെതിരായിട്ട് വലിയ ആക്രമണം നടത്തി, യോഗസ്ഥലം തകർത്തു. അതിനുശേഷം അയാൾക്ക് ടിക്കറ്റ് വിൽക്കാൻ സാധിച്ചിരുന്ന ഏക സൈറ്റ് ബുക്ക് മൈ ഷോ അയാളെ ബാൻ ചെയ്തു. അതായത് അയാളുടെ കഞ്ഞിയിൽ പാറ്റയിട്ടു. എമ്പുരാനും ആദ്യ ദിവസങ്ങളിൽ ബുക്ക് മൈ ഷോയിൽ 1-ാം സ്ഥാനത്തായിരുന്നു ഇന്ത്യയിൽ എമ്പാടുമെങ്കിലും. പിന്നീട് അത് പതുക്കെ അദൃശ്യമായി എന്നുള്ളതാണ് അർത്ഥം. ഇത് മാത്രമാണ് പ്രകടമായിട്ട് എമ്പുരാനെതിരായിട്ട് കേരളത്തിന് പുറത്ത് നടന്നിട്ടുള്ള ഒരു ആക്രമണം എന്ന് പറയാവുന്നത്. വേറെ എവിടെയും റോട്ടിൽ ആരും ഇറങ്ങിയില്ല, ഗുജറാത്തിൽ യാതൊരു പ്രശ്നമില്ലായിരുന്നു. ഇത് മലയാളിയുടെ ആത്മപരിശോധനയുടെയും നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെയും ഭാഗമായിട്ട് എമ്പുരാനെ കാണണമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ഒരു ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ നിന്നുള്ള അനുഭവങ്ങളുള്ള ഒരു എഴുത്തുകാരൻ, ഒരു പാൻ ഇന്ത്യൻ അനുഭവങ്ങൾ പലതുമുള്ള ഒരു എഴുത്തുകാരൻ എന്ന നിലയ്ക്കും ഇപ്പം നമ്മളീ പറയുന്ന പല കാര്യങ്ങൾ, പ്രത്യേകിച്ചും ഫാസിസത്തിനെതിരെ നവഫാസിസത്തിനെതിരെയൊക്കെയുള്ള ഒരു എഴുത്തിൻ്റെ ലോകം നോക്കുകയാണെങ്കിൽ ഇപ്പം മലയാളത്തിൽ ധാരാളം എഴുത്തുകൾ ഉണ്ടാകുന്നു, പലതരം പുസ്തകങ്ങൾ ഉണ്ടാകുന്നു, ഇംഗ്ലീഷിലും നമ്മളത് കാണുന്നുണ്ട്. പക്ഷേ നമ്മളുടെ വളരെ പ്രധാനപ്പെട്ട കൂടുതൽ ജനങ്ങളുള്ള നാടുകളിൽ, ബീഹാറിനെ കുറിച്ചൊക്കെ താങ്കൾക്ക് സവിശേഷമായിട്ട് അറിയുന്നതാണ്. അത്തരം സ്ഥലങ്ങളിൽ അവിടുത്തെ ലോക്കൽ വെർനാക്കുലറിൽ ഇത്തരം കാര്യങ്ങൾ എഴുതപ്പെടുന്നുണ്ടോ? ഇപ്പോൾ യു പിയിലൊക്കെ പോകുമ്പോൾ, ലക്നൗവിലൊക്കെ പോകുമ്പോൾ നിരവധിയായ ഉറുദു പത്രങ്ങൾ അടച്ചിട്ടതായിട്ട് കാണാം. നമ്മൾ പിന്നെ ലക്നൗ തെരുവുകളിലൂടെയൊക്കെ നടക്കുമ്പോൾ ഒരു കാലത്ത് വളരെ പ്രശസ്തമായിരുന്ന, ഞാൻ തന്നെ ഒരു 16ഓളം ഉറുദു പത്രങ്ങളുടെ ഓഫീസ് ഇങ്ങനെ പൂട്ടിയിട്ടിരിക്കുന്നത് കാണുകയുണ്ടായി. അപ്പോൾ ഈ ആളുകൾക്ക് അവരുടെ നമ്മൾ പല കാര്യങ്ങളും കേരളത്തിലിരുന്ന് വായിച്ച് മനസ്സിലാക്കുന്നത് ഇംഗ്ലീഷിലാണ്. ഇംഗ്ലീഷിൽ ധാരാളമായി എഴുതുന്നുണ്ട്. ഇംഗ്ലീഷിലുള്ള എഴുത്ത്, ഇംഗ്ലീഷിലുള്ള വളരെ വിമർശനം, ഇപ്പോൾ രാമേന്ദ്ര ഗുഹയെ പോലുള്ളവർ തന്നെ അത് തുറന്ന് പറഞ്ഞിട്ടുള്ളൂ. ഞങ്ങളെപ്പോലുള്ളവർ എഴുതുന്നതിനൊരു ഇന്ത്യൻ സ്വാധീനം ഉണ്ടാക്കാൻ കഴിയില്ല. കാരണം ഹിന്ദി അല്ലെങ്കിൽ ഉറുദു അല്ലെങ്കിൽ ബിഹാറി ഇങ്ങനെ ധാരാളം ഭാഷകൾ കിടക്കുകയാണ്. അപ്പം ഇത്തരം കാര്യത്തെക്കുറിച്ച് താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ആ ഭാഷകളിൽ ഈ പറയുന്ന തരത്തിൽ ഒരു മനുഷ്യത്വത്തിൽ ഊന്നി നിന്നുകൊണ്ട് ഇത് ഇങ്ങനെ ചെയ്യാൻ പാടില്ലാത്തതാണ് ഇന്ത്യയുടെ പോളിറ്റിയിൽ നിന്നുകൊണ്ട് എന്ന് പറയുന്ന തരത്തിലുള്ള എഴുത്തുകൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഉദാഹരണത്തിന് താങ്കൾ എനിക്കൊന്നത് സാംക്രമിക രോഗങ്ങളെക്കുറിച്ച് എഴുതുമ്പോൾ ഒരു എഴുത്തുകാരനെക്കുറിച്ച്, ഗംഗയിലൂടെ ബോഡി ഒഴുകി പോകുന്നത് കണ്ടൊരു എഴുത്തുകാരനെക്കുറിച്ച് ഒക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അത് ആ ലാംഗ്വേജ് അറിയുന്നത് ഞാൻ ആദ്യമായിട്ടാണ് ആ ഓതറെക്കുറിച്ച് അന്ന് കേൾക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഈ പ്രാദേശിക ഭാഷകളിൽ നമ്മളുടെ കേരളത്തിലെ പോലെയുള്ള അല്ലെങ്കിൽ അതിൻ്റെ ഒരു മിനിമലായിട്ടുള്ള രീതിയിലുള്ള ശ്രമങ്ങളുണ്ടോ? ഇപ്പം ബീഹാറിലെ കഥ പറയുകയാണെങ്കിൽ ബീഹാറിൻ്റെ ഇപ്പോഴത്തെ സാംസ്കാരിക സ്ഥിതി കേരളത്തിലെ 70-കൾ പോലെയാണ്. കാരണം ബീഹാറിലെ ഏറ്റവും വലിയ സാംസ്കാരിക സംഘടന എന്ന് പറയുന്നത് നമ്മുടെ പുരോഗമന സാഹിത്യ സംഘം പോലെയുള്ള എന്ന് പറയുന്നത് CPIML കയ്യിലാണ്. അവരുടെ പ്രധാന മാധ്യമം ഈ നുക്കഡ് ഡ്രാമ, തെരുവ് നാടകങ്ങൾ
തുടങ്ങിയ പല മാധ്യമങ്ങളിൽ കൂടി അവർ വളരെ സജീവമാണ്. കലാരംഗത്ത് ആരെങ്കിലും ബീഹാർ, യു പി തുടങ്ങിയ സ്ഥലങ്ങളിൽ സജീവമാണെങ്കിൽ അത് ഇടതുപക്ഷമാണ്. മിക്കവാറും കലാകാരന്മാർ, ഇപ്പോൾ ഏറ്റവും നല്ല ഉദാഹരണം കേന്ദ്ര സാഹിത്യ അക്കാദമിയാണ്. കേന്ദ്ര സാഹിത്യ അക്കാദമി ഒരു സ്വതന്ത്ര സ്ഥാപനമാണ്. അതിൻ്റെ ചെയർമാനെ എഴുത്തുകാർ കൂടി തിരഞ്ഞെടുക്കുന്നു. എത്ര പരിശ്രമിച്ചിട്ടും ഈ ബി ജെ പിക്കാർ അവരുടെ സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടും ഇപ്പോഴും കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ചെയർമാൻ ഒരു ബി ജെ പി വിരുദ്ധനായൊരു വ്യക്തിയാണ്. എല്ലാ കൊല്ലവും തിരഞ്ഞെടുപ്പ് നടക്കും. നമ്മുടെ അഴീക്കോട് മാഷ് ഒരിക്കൽ മത്സരിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അദ്ദേഹം മത്സരിച്ചില്ല. എല്ലാ 2 കൊല്ലവും 3 കൊല്ലവും ഒക്കെ കൊണ്ടുപോയി തിരഞ്ഞെടുപ്പ് നടക്കും. അപ്പോൾ അവിടുത്തെ കലാകാരന്മാരുടെ ഇടയിൽ തീർച്ചയായിട്ടും വലിയ പുരോഗമന ബോധമുണ്ട്. പ്രശ്നം അവിടെ മാസ് മീഡിയ ഇല്ല, വിദ്യാഭ്യാസം കുറവാണ്, ഇത് ജനങ്ങളിലേക്ക് എത്തുന്നില്ല. എന്നാലും വേറെ ഏതോ രീതിയിൽ മലയാളിയേക്കാൾ കൂടുതൽ പ്രബുദ്ധരാണ് ഈ ഗംഗാതടത്തിൽ ജീവിച്ചിരിക്കുന്നവർ എന്നതിന് 2 തെരഞ്ഞെടുപ്പുകൾ ഉദാഹരണമാണ്. ഒന്ന് 1977 എമർജൻസിക്ക് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ ബീഹാർ, യു പി തുടങ്ങിയ സ്ഥലങ്ങളിൽ ഒറ്റ സീറ്റ് പോലും കോൺഗ്രസ്സിന് കിട്ടിയില്ല. കേരളത്തിൽ വലിയ ഭൂരിപക്ഷം കിട്ടി. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഈ സ്ഥലങ്ങളിലെല്ലാം ബി ജെ പിക്ക് വലിയ തിരിച്ചടി ഏറ്റപ്പോൾ മലയാളി ബി ജെ പിക്ക് സീറ്റ് സമ്മാനിച്ചു. അപ്പോൾ നമ്മൾ ഇവിടുന്ന് നോക്കുമ്പോൾ അവർ പഴഞ്ചന്മാരാണെന്നോ അവർ പ്രാചീനരാണെന്നോ ഒക്കെ തോന്നും. പക്ഷെ അവരുടെ ഇടയിൽ ഈ ജീവിത സംഘർഷത്തിൻ്റെ ഇടയിൽ നിന്ന് അവർക്ക് ഒത്തിരി പാഠങ്ങൾ പഠിച്ചു. അവർക്ക് നന്നായിട്ടറിയാം അവരുടെ അടുത്ത് ഒരു ശക്തിയേ ഉള്ളൂ. ആ ശക്തി അവരുടെ വോട്ടവകാശമാണ്. അതവർ ശരിക്കും ഉപയോഗിക്കുന്നുണ്ട്. കലാസാംസ്കാരിക രംഗം പൊതുവെ ഈ സ്ഥലങ്ങളിലെല്ലാം വളരെ പുരോഗമനപരമാണ്. അവസാനത്തെ ഒരൊറ്റ ചോദ്യം, 1 മിനിറ്റ്. പൊതുവിൽ പലപ്പോഴും പലതും എഴുതുമ്പോഴും ലെഫ്റ്റിനെയും വിമർശിക്കാൻ താങ്കൾ എപ്പോഴും ലെഫ്റ്റിനെ വിമർശിക്കാറുമുണ്ട്. പഴയ ഒരു ലേഖനം, എനിക്ക് 91 ആയിരിക്കും, വാസ്തുഹാര എന്ന് പറയുന്ന സിനിമ വന്നപ്പോൾ എഴുതിയിട്ടുള്ള ഒരു ലേഖനത്തിൽ വാസ്തുഹാര ലെഫ്റ്റ് ടച്ചിൻ്റെ മൗലിക പ്രശ്നങ്ങൾ എന്ന് പറയുന്ന ലേഖനത്തിൽ ഒരൊറ്റ പാരഗ്രാഫ്: 1001 രാവുകൾ അരിച്ചു പെറുക്കിയാൽ ആകെ കിട്ടുന്ന ഒട്ടകങ്ങളുടെ സംഖ്യ 1/2 ഡസനിൽ കൂടില്ല. ഖുറാനിലും അങ്ങനെ തന്നെ. എന്നാൽ അറബി നാടുകളിൽ സിനിമ പിടിക്കുവാൻ എത്തുന്ന ഹോളിവുഡ് കമ്പനികൾക്ക് ഒരു ഒട്ടകപ്പട തന്നെ വേണം. ഈന്തപ്പനകളും പർദ്ദയിട്ട എക്സ്ട്രാകളും വേറെയും. ഇതാണ് ലെഫ്റ്റ് ടച്ച് അടക്കം എല്ലാ ടച്ചുകളുടെയും ആദ്യത്തെ മൗലിക പ്രശ്നം. ഊന്നൽ ലെഫ്റ്റിസത്തിലല്ല, ടച്ചുകളിലാണ്. ചിഹ്നങ്ങളോടുള്ള പരിപൂർണ വിധേയത്വം. അതിനോടുകൂടി പ്രതികരിച്ചുകൊണ്ട് നമുക്ക് ഈ സംഭാഷണം അവസാനിപ്പിക്കാം. സദസ്സിനുള്ള ചോദ്യങ്ങളിലേക്ക് പോവാം. ഇത് ഇപ്പം കേരളത്തെക്കുറിച്ച് ആരെങ്കിലും സിനിമ പിടിക്കാൻ വന്നാൽ തെങ്ങ് കാണിക്കുക, ഫിഷ് കറി മീൽസ് കാണിക്കുക, ഇത് ചില ഈ ചിഹ്നങ്ങളിൽ കൂടി, അതായത് സ്വാംശീകരിക്കാൻ പറ്റാത്ത അനുഭവത്തെ പിടിച്ചെടുക്കാൻ പലപ്പോഴും ചിഹ്നങ്ങളാണ് ഉപയോഗിക്കുന്നത്. അതിന് ഏറ്റവും നല്ല ഉദാഹരണം എമ്പുരാനാണ്. ഈ ഡ്രഗ് മാഫിയ എന്ന് പറഞ്ഞാൽ ഹെലികോപ്റ്ററിൽ പോകാനൊന്നുമല്ല. അത് ഫ്രാൻസിലും സൊമാലിയ എന്നാണ് ഏറ്റവും വലിയ കട. ഈ സൊമാലിയ എന്നൊക്കെ പറഞ്ഞാൽ അവിടെ കുറേ പൈററ്റ്സ് ഉണ്ടെന്നല്ലാതെ ഡ്രഗൊന്നും അവിടെ ഉണ്ടാക്കുന്നതായിട്ട്. അതിനെക്കുറിച്ച് തന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ബുക്കുണ്ട്, ഈ സൊമാലിയൻ പൈറേറ്റ്സിന്. അവർ ഓഫീസിൽ പോണ പോലെ രാവിലെ 10 മണിക്ക് പോവാ പൈറേറ്റ്, 5 മണിക്ക് തിരിച്ചു വരും ജോലിയായിട്ട്. അതിനെക്കുറിച്ച് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ഹിസ്റ്റോറിയൻ്റെ പുസ്തകമുണ്ട്. അതെ. അപ്പോൾ ഈ പൈററ്റ്സ് മാത്രമേ ഉള്ളൂ സൊമാലിയ എന്നാണ്. പിന്നെ ബെലീസ് എന്ന് പറഞ്ഞൊരു രാജ്യം. ഇത് പിന്നെ അതിൽ പലതും ഇവർക്ക് ഒരു വലിയ അവഗാഹമില്ലാത്തതുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ല. കാരണം ഒരു 2 മിനിറ്റ് ഒരു ദൃശ്യം കാണിക്കാൻ വേണ്ടി ആർക്കും PhD ചെയ്യേണ്ട ആവശ്യമില്ല. അവർക്ക് എന്തെങ്കിലും ഒന്ന് കാണിച്ചാൽ മതി. ചിഹ്നങ്ങൾ എനിക്ക് തോന്നുന്നത് വളരെ അത്യാവശ്യമായിട്ടുള്ള ഊന്നുവടിയാണ് സിനിമയിലെന്നാണ് എനിക്ക് തോന്നുന്നത്.